അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പഠനം 1418, സൂറത്തുർ റഅദ് 40 മുതൽ 43 കൂടിയ സൂക്തങ്ങൾ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وَإِمَّا نُرِيَنَّكَ بَعْضَ الَّذِي نَعِدُهُمْ أَوْ نَتَوَفَّيَنَّكَ فَإِنَّمَا عَلَيْكَ الْبَلَاغُ وَعَلَيْنَا الْحِسَابُ. أَوَلَمْ يَرَوْا أَنَّا نَأْتِي الْأَرْضَ نَنقُصُهَا مِنْ أَطْرَافِهَا والله يحكم لا معقب لحكمه وهو سريع الحساب. وقد مكر الذين من قبلهم فلله المكر جميعا يعلم ما تكسب كل نفس وسيعلم الكفار لمن عقبى الدار. ويقول الذين كفروا لست مرسلا قل كفى بالله شهيدا بيني وبينكم ومن عنده علم الكتاب. صدق الله العظيم. بسم الله والحمد لله والصلاة والسلام على سيدنا محمد وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين. أما بعد. وإما نرينك നബിയെ തങ്ങൾക്കു നാം കാണിച്ചു തന്നാൽ ബഅലല്ലദീന അഅദുഹും അവർക്ക് നാം വാഗ്ദാനം ചെയ്ത ചില ശിക്ഷകളെ, ഔ നതവഫയന്നക അല്ലെങ്കിൽ ആ ശിക്ഷകളെ കാണുന്നതിന് മുമ്പ് തന്നെ തങ്ങളെ നാം മരിപ്പിച്ചാൽ, ഫഇന്നമാ അലൈക്കൽ ബലാഗു നിശ്ചയം തങ്ങളുടെ മേലിൽ ബാധ്യത സന്ദേശം എത്തിച്ചു കൊടുക്കൽ മാത്രമാണ്. വഅലൈനൽ ഹിസാബു കണക്ക് ചോദ്യം നമ്മുടെ മേലിലാണ്. അവലം യറൗ അവർ ചിന്തിക്കുന്നില്ലയോ നാം ഭൂമികൾ അതിന്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും ചുരുക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് അവർക്ക് എന്നത് അവർ ചിന്തിക്കുന്നില്ലയോ? വല്ലാഹു യഹ്കുമു അല്ലാഹു തആല വിധിക്കുന്നു, ലാ മുഅഖിബ ലിഹുക്മിഹി അവന്റെ വിധിയെ നിരാകരിക്കാൻ ആർക്കും സാധ്യമല്ല. വഹുവ സരീഉൽ ഹിസാബ് അവൻ പെട്ടെന്ന് കണക്ക് ചോദ്യം നടത്തുന്നവനാകുന്നു. വഖദ് മക്കറല്ലദീന മിൻ ഖബ്ലിഹിം ഇവർക്ക് മുമ്പുള്ളവരും കുതന്ത്രങ്ങൾ പ്രയോഗിച്ചിട്ടുണ്ട്. എന്നാൽ ഫലില്ലാഹിൽ മക്കറു ജമീഅ ആ കുതന്ത്രങ്ങൾക്ക് മുഴുവനുമുള്ള പ്രതിഫലം അല്ലാഹു തആലയാണ് നൽകുന്നത്. യഅലമു മാ തക്സിബു കുല്ലു നഫ്സിൻ ഓരോ ശരീരവും പ്രവർത്തിക്കുന്നത് അല്ലാഹു നന്നായി അറിയുന്നുണ്ട്. വസയഅലമുൽ കുഫാറു ലിമൻ ഉഖബദ്ദാർ നല്ല പര്യവസാനം, നല്ല ഭവനം പരലോകത്ത് ആർക്കാണ് ലഭിക്കുക എന്നത് സത്യനിഷേധികൾ അറിയുക തന്നെ ചെയ്യും. വയഖൂലുല്ലദീന കഫറു സത്യനിഷേധികൾ പറയുന്നു, ലസ്ത മുർസല നബിയെ തങ്ങൾ പ്രവാചകരല്ല എന്ന്. ഖുൽ അങ്ങ് പറയുക അതിന് മറുപടി, കഫാ ബില്ലാഹി ഷഹീദൻ ബൈനി വബൈനക്കും എന്റെയും നിങ്ങളുടെയും ഇടയിൽ ഞാൻ പ്രവാചകനാണ് എന്നതിന് സാക്ഷിയായിട്ട് അല്ലാഹു മതിയായവനാണ്. വമൻ ഇൻദഹു ഇൽമുൽ കിതാബ് പൂർവ്വവേദങ്ങളെ സംബന്ധിച്ച് അറിവുള്ളവർ അവരും മതിയായവരാണ്. ഞാൻ നബിയാണോ അല്ലേ എന്നതിന് പടച്ചോൻ സാക്ഷിയാണ്. അതേപോലെ വേദങ്ങളെ സംബന്ധിച്ച് അറിയുന്ന ആളുകളും സാക്ഷികളാണ്. ഇനി നിങ്ങൾ പ്രവാചകനല്ലെന്ന് പറഞ്ഞാൽ അത് ചെവി കൊടുക്കേണ്ട ബാധ്യതയില്ല എന്നർത്ഥം. ഇവിടെ ബഹുമാനപ്പെട്ട ഖുർആനിൽ ഈ സൂക്തങ്ങളിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രവാചകത്വത്തിന്റെ സ്ഥിരീകരണത്തോടൊപ്പം തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അല്ലാഹു തആല ചില ആശ്വാസവാക്കുകൾ കൂടി പറയുകയും ചില ഓഫറുകൾ നബി തങ്ങൾക്ക് പ്രഖ്യാപിക്കുകയും ചെയ്യുന്ന ഒരു ശൈലി ഈ ആയത്തുകളിലുണ്ട്. ഒന്നാമതായി വഇമ്മാ നുരിയന്നക ബഅലല്ലദീന അഅദുഹും അവർക്ക് നാം വാഗ്ദാനം ചെയ്ത അല്ലെങ്കിൽ അവർക്ക് നാം താക്കീത് ചെയ്ത ചില ശിക്ഷകൾ, ആ ശിക്ഷകൾ തങ്ങൾക്ക് നാം കാണിച്ചു തന്നാൽ, അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നിരാകരിക്കാനും നിഷേധിക്കാനും ഒക്കെ നിൽക്കുന്ന ആളുകൾ, അത്തരക്കാരായ ആളുകൾക്ക് കടുത്ത ശിക്ഷകൾ വരുമെന്ന് അല്ലാഹു തആല താക്കീത് ചെയ്തിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ അത് ജനങ്ങളോട് താക്കീതിന്റെ സ്വരത്തിൽ പറയുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ അങ്ങനെയുള്ള ശിക്ഷകളൊക്കെ അവർക്ക് തങ്ങൾക്ക് നാം കാണിച്ചു തന്നാൽ, അതായത് അവർക്കിങ്ങനെ ശിക്ഷകളൊക്കെ വരുന്നത് തങ്ങൾ കൂടി ജീവിക്കുന്ന കാലത്ത് തന്നെ കാണിച്ചു തന്നാൽ തങ്ങൾക്കത്
ആസ്വദിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ ആശ്വസിക്കാൻ പറ്റുന്ന സംവിധാനമായിരിക്കും എന്നർത്ഥം. യൗനതവഫയന്നക, അല്ലെങ്കിൽ തങ്ങളെ നാം മരിപ്പിച്ചു അത് കാണുന്നതിന് മുമ്പ്. ശത്രുക്കളായിട്ടുള്ള ആളുകൾക്ക് അല്ലാഹു തആല നൽകുമെന്ന് പറഞ്ഞിട്ടുള്ള ശിക്ഷകളും വഷളത്തരങ്ങളും നിന്ദ്യതയും അതൊക്കെ കാണുന്നതിന് മുമ്പ് തന്നെ തങ്ങളെ നാം മരിപ്പിച്ചാലും തങ്ങളെ സംബന്ധിച്ചിടത്തോളം തങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല. കാരണം എന്താ? ഫഇന്നമാ അലൈക്കൽ ബലാഗു, തങ്ങളുടെ മേലിലുള്ള ബാധ്യത സന്ദേശം എത്തിച്ചു കൊടുക്കുക എന്നത് മാത്രമാണല്ലോ. ആ എത്തിച്ചു കൊടുത്ത ആ സന്ദേശത്തോട് അനുകൂലമായി പ്രതികരിക്കാത്തവർക്ക് എന്തു ശിക്ഷ കിട്ടുന്നു എന്നത് കാണേണ്ട ആവശ്യം തങ്ങളുടേതല്ല. അല്ലെങ്കിൽ അവർക്ക് എന്താണ് പിന്നീട് സംഭവിക്കുന്നത് എന്ന് തങ്ങൾ അറിയണമെന്നില്ല. മറിച്ച് തങ്ങളുടെ ബാധ്യത ഇങ്ങനെയൊക്കെയുള്ള സന്ദേശങ്ങൾ ഉണ്ടെന്ന് അവർക്ക് പറഞ്ഞു കൊടുക്കലാണ്. ആ പണി തങ്ങൾ ചെയ്തല്ലോ, അത് ചെയ്താൽ തങ്ങളുടെ ഡ്യൂട്ടി കഴിഞ്ഞു. വയലേനൽ ഹിസാബു, വിചാരണ നമ്മുടെ മേലിലാണ്. അവരുടെ പ്രവർത്തനം ശരിയല്ലെങ്കിൽ ആ ശരിയല്ലാത്ത പ്രവർത്തനത്തിനുള്ള അർഹമായ ശിക്ഷ അത് നാം കൊടുക്കുക തന്നെ ചെയ്യും. നമ്മുടെ ശ്രദ്ധയിൽ നിന്നോ അല്ലെങ്കിൽ നമ്മുടെ നിരീക്ഷണത്തിൽ നിന്നോ നിയന്ത്രണത്തിൽ നിന്നോ പുറത്തു കടക്കാനുള്ള യാതൊരു സംവിധാനവും അവരുടെ മുന്നിലില്ല എന്ന് ചുരുക്കം. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി തങ്ങളുടെ മുഖേന അല്ലാഹു തആല ഇസ്ലാമിനെ എതിർക്കുന്ന, മുത്തുനബിയെ എതിർക്കുന്ന ആളുകൾക്ക് കടുത്ത ശിക്ഷകൾ വരുമെന്ന് താക്കീത് നൽകിയിട്ടുണ്ട്. ആ നൽകിയ താക്കീതിന്റെ പുലർച്ചെ തങ്ങൾ ജീവിക്കുന്ന കാലത്ത് ഉണ്ടാകാം, ഉണ്ടാകാതിരിക്കാം. ഉണ്ടായാലും ഉണ്ടായില്ലെങ്കിലും തങ്ങളുടെ പ്രബോധനത്തിന്റെ വിഷയത്തിൽ യാതൊരു വിധത്തിലുള്ള കുറവും അതിന്റെ പേരിൽ വരുന്നില്ല എന്നർത്ഥം. ധാരാളം ദൃഷ്ടാന്തങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു തആല കാണിച്ചു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. ആ താക്കീതിന്റെ പല സംഗതികളും നബി തങ്ങൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് തന്നെ നടന്നിട്ടുണ്ട്. കാരണം ഇപ്പൊ ബദർ യുദ്ധം അടക്കമുള്ള സംഗതികളൊക്കെ അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും സഹാബത്തിനെയും ഏത് വിധേനയും തകർത്തു കളയാമെന്ന മനപ്പായസമുണ്ട് വന്ന, ഒരു പ്രയാസമല്ലാതെ ഇസ്ലാമിനെ ഇല്ലായ്മ ചെയ്യാമെന്ന് ചിന്തിച്ചു വന്ന, ഓവർ കോൺഫിഡൻസോടുകൂടെ അഹങ്കാരത്തിന്റെ ആൾരൂപങ്ങളായിട്ട് വന്നവരല്ലേ ബദറിലേക്ക് ശത്രുക്കൾ. എന്നാൽ അവര് അങ്ങേയറ്റം വഷളായി നാണം കെട്ട തോൽവിയും ഏറ്റുവാങ്ങി 70 ലീഡേഴ്സ് കൊല്ലപ്പെടുകയും 70 ലീഡേഴ്സിനെ തടവുപുള്ളികളാക്കി മുസ്ലിമീങ്ങൾ പിടിക്കുകയും എന്നിട്ട് അവർക്ക് മോചനദ്രവ്യം കൊടുത്ത് രക്ഷപ്പെടേണ്ട അവസ്ഥ ഉണ്ടാവുകയും ഒക്കെ ചെയ്തതിനേക്കാൾ വഷളത്തരം ഇനിയെന്താണ് വരാനുള്ളത്? അതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നേരിട്ട് കണ്ടില്ലേ? ഉഹദിലായാലും അതേപോലെ തന്നെ ഖന്തഖിലായാലും ഹുനൈനിലായാലും യുദ്ധത്തിന്റെ എല്ലാ രംഗങ്ങളിലും അവസാനമായി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കും സഹാബത്തിനും ആശ്വാസവും സന്തോഷവും അല്ലാഹു തആല പ്രദാനം ചെയ്യുകയും എല്ലാ പ്രതീക്ഷയോടുകൂടെയും കടന്നു വന്ന ശത്രുക്കൾ തോറ്റോടുകയും ചെയ്യുന്ന രംഗം തന്നെയല്ലേ എല്ലാ യുദ്ധങ്ങളിലും ഉണ്ടായത്, ഉഹദ് ഉൾപ്പെടെ. ഉഹദ് ഒരു തോറ്റ യുദ്ധമാണെന്ന് ചില ആളുകൾ വിലയിരുത്താറുണ്ട്. അത് തെറ്റാണല്ലോ. കാരണം ആ യുദ്ധത്തിന്റെ ക്ലൈമാക്സ് മുസ്ലിമീങ്ങൾക്ക് അനുകൂലമല്ലേ. ഇടയ്ക്കൊരു ചെറിയ തിരിച്ചടി അല്ലെങ്കിൽ കുറച്ച് മുന്നേറ്റം ശത്രുക്കൾ നടത്തി എന്നത് ഒഴിച്ചാൽ യുദ്ധത്തിന്റെ തുടക്കത്തിലും ഒടുക്കത്തിലുമൊക്കെ മുസ്ലിമീങ്ങൾ തന്നെയല്ലേ മികച്ചു നിൽക്കുന്നത്. അവർക്ക് തന്നെയല്ലേ പവറും അവർക്ക് തന്നെയല്ലേ അംഗീകാരവും ലഭിച്ചിരിക്കുന്നത്. അബൂ സുഫിയാന്റെ നേതൃത്വത്തിലുള്ള സംഘം രക്ഷപ്പെട്ടു പോയതല്ലേ പിന്നീട് മുസ്ലിമീങ്ങൾ ആക്രമിക്കാൻ വഴിയിൽ നിന്ന് മദീനത്തേക്ക് വരാൻ ഒരു ശ്രമം നടത്തിയപ്പോൾ അവിടെയും മുസ്ലിമീങ്ങൾ അവരെ നേരിടാൻ ചെല്ലുന്നു എന്ന് അറിഞ്ഞപ്പോൾ വീണ്ടും തടിയെടുക്കുകയല്ലേ അവർ ചെയ്തത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതൊക്കെ റസൂലുള്ളാഹിക്ക് ജീവിതകാലത്ത് തന്നെ അനുഭവിക്കാനും ആസ്വദിക്കാനും അവസരം ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഇനി അവസരമൊന്നും ഉണ്ടാവണതിന് മുമ്പ് തന്നെ തങ്ങൾ വഫാത്തായാലും തങ്ങൾ ബേജാറാവേണ്ടതില്ല, തങ്ങൾ വിഷമിക്കേണ്ടതുമില്ല. കാരണം തങ്ങളുടെ ദൌത്യം ഈ സന്ദേശം എത്തിച്ചു കൊടുക്കുക എന്നത് മാത്രമാണ്. വയലൈനൽ ഹിസാബു, വിചാരണ നമ്മുടേതാണ് എന്ന് പറഞ്ഞാൽ അവരെ ഞാൻ പിടികൂടുകയും കണക്കിന് അവർക്കുള്ളത് കൊടുക്കുകയും ചെയ്യുമെന്ന് അല്ലാഹു തആല പറഞ്ഞു എന്നർത്ഥം. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രവാചകരായി നിയോഗിച്ച് തങ്ങളെ നിരാകരിക്കുന്ന ആളുകൾക്ക് കടുത്ത പണിഷ്മെന്റ് ഉണ്ടാകും എന്ന ആ താക്കീതിന്റെ പുലർച്ച അവരുടെ ജീവിതത്തിൽ ഉണ്ടായത് എന്തേ അവർ മനസ്സിലാക്കാത്തത് എന്നാണ് അള്ളാഹു ചോദിക്കുന്നത്. അവലം യറൗ, അവർ ചിന്തിക്കുന്നില്ലയോ അല്ലെങ്കിൽ കാണുന്നില്ലയോ? അന്നാന എത്തില്ലർല, ഭൂമിയിൽ നമ്മൾ വരുന്നു, നൻഖുസുഹാ മിൻ അത്റാഫിഹ, അതിന്റെ ഭാഗങ്ങളെ ഭൂമിയിൽ വരുന്നു വെച്ചാൽ അല്ലാഹു തആലാന്റെ തീരുമാനം നടപ്പാകുന്നു. എന്ത്? നൻഖുസുഹാ മിൻ അത്റാഫിഹ, ഭൂമിയെ അതിന്റെ ഭാഗങ്ങളിലൂടെ നമ്മൾ ചുരുക്കുന്നു, ഭാഗങ്ങളിൽ നിന്ന് ചുരുക്കുന്നു എന്ന് പറഞ്ഞാൽ ശത്രുക്കളുടെ സാമ്രാജ്യത്തിന്റെ കീഴിലും അധീനതയിലും ഉണ്ടായിരുന്ന എത്രയോ ഭൂമികൾ, ആ ഭൂമികളൊക്കെ ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ ഭാഗമായി മാറുന്നു. അപ്പൊ ശത്രുക്കൾക്ക് അത്രയും സ്ഥലം ചുരുങ്ങുന്നു, അത്രയും സാമ്രാജ്യം നഷ്ടപ്പെടുന്നു. അവസാനം
അവരുടെ എല്ലാ അർത്ഥത്തിലുള്ള അഹങ്കാരത്തിനും അക്രമത്തിനും വേദിയായിരുന്ന മക്കയും കഅബയും അതേപോലെ തന്നെ പരിസരവുമൊക്കെ അതിന്റെ പേരിലാണല്ലോ അവർ കൂടുതലും ലോകത്ത് അഹങ്കരിച്ചതും അതേപോലെ തന്നെ അതിന്റെ ആനുകൂല്യം പറ്റിയാണല്ലോ അവർ ജീവിച്ചതും. എന്നാൽ ആ കഅബയും മക്കയും ഉൾപ്പെടെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി തങ്ങളുടെ അധീനതയിൽ ജാൽ ഹഖ് വസഹഖൽ ബാത്തിൽ ഇന്നൽ ബാത്തില കാന സഹൂഖ എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കഅബയും ഇസ്ലാമിന്റെ മക്കയുമൊക്കെ ഇസ്ലാമിന്റെ ഈറ്റില്ലുമായി പ്രഖ്യാപിക്കുമ്പോൾ അത് കണ്ടു നിൽക്കാനല്ലാതെ പ്രതികരിക്കാനോ പ്രതിരോധിക്കാനോ ഒരു വാക്കുകൊണ്ടെങ്കിലും അതിനെതിരെ ശബ്ദിക്കാനോ സാധിക്കാത്ത വിധം അടിച്ചമർത്തപ്പെട്ടവരായി അല്ലെങ്കിൽ പരാജയം സമ്മതിക്കേണ്ടി വന്നവരായി മക്കത്തെ മുശ്രിക്ക് മാറിയല്ലോ. അവരുടെ കാൽക്കീഴിൽ നിന്ന് മണ്ണ് ഒലിച്ചു പോകുന്ന രംഗം അവർക്ക് നിരന്തരം കാണാനുള്ള സാഹചര്യം ഉണ്ടായല്ലോ. അതാണ് അല്ലാഹു തആല ചോദിക്കുന്നത്, അവലം യറൂ, അവർ കാണുന്നില്ലേ, അല്ലെങ്കിൽ അവർ ചിന്തിക്കുന്നില്ലേ, ഭൂമിയുടെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും നാം ആ ഭൂമിയെ ചുരുക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നത് അവർ കാണുന്നില്ലയോ എന്നല്ലാഹു ചോദിച്ചത്. ഇവിടെ ആ ഭൂമിയെ ചുരുക്കുക എന്ന് പറഞ്ഞതിന്റെ അർത്ഥം അവരുടെ അധികാരത്തിൽ നിന്നും അധീനതയിൽ നിന്നും അവരുടെ കീഴിൽ നിന്നും മുസ്ലിമീങ്ങളുടെ കീഴിലേക്ക് അവരുടെ ഭൂമി വരിക, അഥവാ അവിടെയൊക്കെ ഇസ്ലാം അതിജയിച്ച് കീഴടക്കി മുന്നോട്ടു പോവുക എന്നതാണ് ഇതിന്റെ അർത്ഥമെന്നാണ് ഏറ്റവും പ്രബലമായിട്ടുള്ള വ്യാഖ്യാനം. എന്നാൽ മറ്റൊരു വ്യാഖ്യാനം ബഹുമാനപ്പെട്ട മുഫസ്സിറുകളുടെ കൂട്ടത്തിൽ ചിലർ വിശദീകരിച്ചതായി ഇബ്നു കസീർ തന്റെ തഫ്സീറിലൊക്കെ ഉദ്ധരിക്കുന്നുണ്ട്. ഭൂമിയിലുള്ള ആളുകളുടെ എണ്ണം കുറയുക എന്നാണ്. ദുരന്തങ്ങളും അതേപോലെ തന്നെ പ്രയാസങ്ങളൊക്കെ വന്നിട്ട് ആളുകൾ മരിച്ചു പോവുക എന്നതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഭൂമിയുടെ ഭാഗങ്ങളിൽ ചുരുക്കുക എന്ന് പറഞ്ഞാൽ അതാണ് ഉദ്ദേശമെന്ന് മറ്റൊരു വ്യാഖ്യാനമുണ്ട്. ഫലങ്ങളും അതേപോലെ തന്നെ പഴങ്ങളും കൃഷിയും അങ്ങനെയുള്ള രംഗത്ത് വരുന്ന നാശങ്ങളാണ് ഉദ്ദേശമെന്ന അഭിപ്രായവും പണ്ഡിതന്മാരുടെ കൂട്ടത്തിൽ ചിലർ പറഞ്ഞിട്ടുണ്ട്. വേറെ ചില മഹാന്മാർ പറയുന്നത് ഈ ആയത്തോട് ഉദ്ദേശിക്കുന്നത് ഭൂമി ചുരുക്കുക എന്ന് പറഞ്ഞാൽ ഭൂമിയിലുള്ള പണ്ഡിതന്മാരും അതേപോലെ തന്നെ കർമ്മശാസ്ത്ര വിശാരദന്മാരും അവരൊക്കെ മരിച്ചു പോവുക എന്നതാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുയുടെ ഒരു റിപ്പോർട്ടിലുള്ളത് ഈ ഭൂമിയുടെ ഭാഗങ്ങൾ തന്നെ ചുരുക്കുക എന്ന് പറഞ്ഞാൽ ഖറാബുഹാ ബിമൗതി ഫുഖഹാഇഹാ വ ഉലമാഇഹാ വ അഹ്ലിൽ ഖൈരി മിൻഹാ, ഭൂമിയിലുള്ള കർമ്മശാസ്ത്ര പണ്ഡിതന്മാരും അതുപോലെ തന്നെ മറ്റു ഇസ്ലാമിക വിജ്ഞാനങ്ങളുള്ള സ്കോളേഴ്സും അതുപോലെ നന്മയുടെ നിറകുടങ്ങളായിട്ടുള്ള വ്യക്തിത്വങ്ങളും അവരൊക്കെ മരിച്ചുപോകലാണ്. അവർ മരിച്ചു പോകുമ്പോൾ ഭൂമി ചുരുങ്ങിപ്പോകുന്നു എന്നർത്ഥം. ഇപ്രകാരമുള്ള വ്യാഖ്യാനം പല പണ്ഡിതന്മാരും പറഞ്ഞിട്ടുണ്ട്. ഉലമാഇന്റെ മരണം അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്ന വ്യാഖ്യാനവും ചില പണ്ഡിതന്മാർ പറഞ്ഞു. എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട വ്യാഖ്യാനം പണ്ഡിതന്മാരുടെ മരണം അത് ഭൂമിക്ക് വലിയ നഷ്ടമാണ്, താങ്ങാനാവാത്ത പരിഹരിക്കാനാവാത്ത വിടവാണ് എന്ന കാര്യമൊക്കെ ശരിയാണ്. ചില മഹാന്മാർ പറഞ്ഞിട്ടുണ്ടല്ലോ, അല്ലർളു തഹ്യാ ഇദാ മഅശ ആലിമുഹാ മതായമുത് ആലിമും മിൻഹായ മുത്തറഫു കല്ലർളി തഹ്യാ ഇദാ അമൽ ഗൈസു ഹല്ല ബിഹാ വഇന്ന ബഅദ ഫീ അക്നാഫിഹ തലഫു. ഇബ്നു കസീർ തന്നെ തന്റെ തഫ്സീറിൽ രേഖപ്പെടുത്തുകയാണ്, അല്ലർളു തഹ്യാ ഇദാ മഅശ ആലിമുഹാ, ഒരു ഭൂമിയിലെ ആലിം വിവരമുള്ളയാൾ അദ്ദേഹം ജീവിച്ചിരിക്കുന്ന കാലത്ത് ആ ഭൂമി ഇങ്ങനെ സജീവമായി വളർന്നുകൊണ്ടിരിക്കും. ചാൽ അവിടെ ജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഉത്ബോധനവും ഉപദേശങ്ങളും ഒക്കെ ലഭിച്ച് അവിടെ നല്ല സമൃദ്ധിയും സന്തോഷവും നിലനിൽക്കുന്നുണ്ടാകും. അതേസമയത്ത് മതായമുത്ത് ആലിമും മിൻഹായമുത്തറഫു, അവിടെയുള്ള ഒരു ആലിമിന്റെ മരണം സംഭവിക്കുമ്പോൾ ആ ഭൂമിയുടെ ഒരു ഭാഗം തന്നെ മരിച്ചു പോകുന്നത് പോലെയായി. ആ ആലിമിന്റെ ഇൽമിന്റെ സജീവത കൊണ്ട് സജീവമായി നിലനിന്നിരുന്ന ഒട്ടനവധി സംവിധാനങ്ങൾ ഇല്ലായ്മ ചെയ്യപ്പെടുകയായി എന്നർത്ഥം. ഏതുപോലെ കല്ലർലി തഹയായിദാ മൽഗൈസു ഹല്ല ബിഹാ, മഴ വർഷിച്ചാൽ ഭൂമി അതാ ജീവൻ നവജീവൻ കൈവരുക്കുന്നു. എന്നാലോ വൈനബഅദ ഫീ അക്നാഫിഹ തലഫു, മഴ വർഷിക്കുന്നില്ല, വരൾച്ചയുടെ കെടുതിയിലേക്ക് എത്തിപ്പെട്ടാലോ ആ ഭൂമിയുടെ ഭാഗങ്ങളിൽ ഉണ്ടായിരുന്ന ചെടികളും മറ്റുമൊക്കെ നശിച്ച് ഒന്നുമില്ലാത്ത അവസ്ഥയിലേക്ക് മാറുന്നു. ഇതുപോലെ ആലിമ് ജീവിക്കുന്ന കാലത്ത് ആ നാട് സജീവാവുകയും ആലിമിന്റെ മരണമോടെ ശൂന്യത സമ്മാനിക്കുകയും ചെയ്യുന്നു. അതിനെക്കുറിച്ചാണ് ഭൂമിയെ ചുരുക്കുക എന്ന് പറഞ്ഞത് എന്നൊരു അഭിപ്രായമുണ്ട്. എങ്കിലും വൽഖൗലുൽ അവ്വലു ഔലാ, മുസ്ലിമീങ്ങൾ വഹുവ ളുഹൂറുൽ ഇസ്ലാമി അല ശിർക്കി ഖറിയത്തൻ ബഅദ ഖറിയ, ഓരോ ഗ്രാമവും ഇസ്ലാമിന്റെ കീഴിലേക്ക് വരികയും ഇസ്ലാമിക വിരോധികൾ പരാജയപ്പെടുകയും ചെയ്യുക എന്നതാണ് ഇവിടുത്തെ
ആ ഭൂമി ചുരുക്കുക എന്ന് പറഞ്ഞതിന്, അഥവാ ശത്രുക്കൾക്ക് ഭൂമിയുടെ അധികാരം നഷ്ടപ്പെടുക, ഭൂമിയിലുള്ള അവരുടെ അധീനത കുറഞ്ഞു പോവുക, മുസ്ലിമീങ്ങൾക്ക് ഭൂമിയുടെ സജീവതയും അതേ അധീനതയും കൂടി വരിക, ഇതുണ്ടാകുന്നത് അവർ കാണുന്നില്ലേ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിച്ചു. വല്ലാഹു യഹ്കുമു, അല്ലാഹുവാണ് വിധിക്കുന്നവൻ, ലാ മുഅഖ്ഖിബ ലിഹുക്മിഹി, അവന്റെ വിധിയെ എതിർക്കാനോ ആ വിധിയെ മാറ്റിമറിക്കാനോ ഒരാൾക്കും സാധ്യമല്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. വഹുവ സരീഉൽ ഹിസാബ്, അവൻ പെട്ടെന്ന് വിചാരണ നടത്താൻ കഴിവുള്ളവനാണ് എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കെതിരിൽ എല്ലാ കുതന്ത്രങ്ങളും പ്രയോഗിച്ച് നബി തങ്ങളെ എതിർക്കാനുള്ള എല്ലാ ആളും അർത്ഥവും ആരവങ്ങളും ഒരുക്കിയിട്ടുള്ള ശത്രുക്കൾ, ആ ശത്രുക്കൾക്ക് അതിനനുസരിച്ച് അവരുടെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനോ അത് വിജയിപ്പിച്ചെടുക്കാനോ സാധിച്ചില്ലെന്ന് മാത്രമല്ല, ഏതൊരു മണ്ണിൽ നിന്നാണോ മുത്തുനബിയെ പുറത്താക്കാൻ അവർ കുതന്ത്രങ്ങൾ മെനഞ്ഞത്, ആ ഭൂമിയിലേക്ക് 10,000 പടയാളികളോടുകൂടെ അജയ്യനായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കടന്നു വരുമ്പോൾ പ്രതിരോധിക്കാനോ പ്രതികരിക്കാനോ സാധിക്കാത്ത വിധം ശത്രുക്കൾ അങ്ങേയറ്റം വിഷണ്ണരായി നോക്കി നിൽക്കേണ്ട, സിംഹത്തെ കണ്ട മാൻപേടയെ പോലെ പേടിച്ചു വരച്ച് നിൽക്കേണ്ട മുത്തുനബിയുടെ ഔദാര്യത്തിനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വെച്ചു നീട്ടുന്ന ദയാവായ്പിനും വേണ്ടി കെഞ്ചി നിൽക്കേണ്ട അവസ്ഥയിലേക്ക് അല്ലാഹു തആല അവരെ എത്തിച്ചില്ലേ? അതുകൊണ്ട് ഇതൊക്കെ ചിന്തിക്കണം. സത്യത്തിനാണ് യഥാർത്ഥത്തിൽ അന്തിമമായ വിജയമുള്ളത് എന്ന് മനസ്സിലാക്കണം എന്ന് ചുരുക്കം. എന്നിട്ട് അല്ലാഹു പറഞ്ഞു, വഖദ് മക്കറല്ലദീന മിൻ ഖബ്ലിഹിം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കെതിരിൽ കുതന്ത്രങ്ങൾ മെനഞ്ഞ, നബി തങ്ങളെ ഇല്ലായ്മ ചെയ്യാനും റസൂലുള്ളാഹിയെ തട്ടിക്കളയാനും പദ്ധതി തയ്യാറാക്കിയ, മുത്തുനബിക്കെതിരിൽ കൊട്ടേഷൻ കൊടുക്കുന്ന സമീപനം സ്വീകരിച്ച ആളുകൾ അവരത്തരം ദുരന്തങ്ങളോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കുതന്ത്രങ്ങളോ അവർ പ്രയോഗിച്ചുവെങ്കിൽ നബിയെ അത് തങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു സംഗതി അല്ലാതെ വഖദ് മക്കറല്ലദീന മിൻ ഖബ്ലിഹിം, അവരുടെ മുമ്പുള്ളവരും കുതന്ത്രങ്ങൾ പ്രയോഗിച്ചിട്ടുണ്ട്. അതാത് കാലഘട്ടങ്ങളിലെ പ്രവാചകന്മാരെ ഇല്ലായ്മ ചെയ്യാൻ എന്തു ചെയ്യാൻ പറ്റുമെന്ന് അവരാലോചിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട പ്രവാചകന്മാരെല്ലാം അവരുടെ എതിരാളികളാൽ അങ്ങേയറ്റം ക്രൂശിക്കപ്പെടുകയും അങ്ങേയറ്റം പീഡിപ്പിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ബഹുമാനപ്പെട്ട സക്കരിയ നബി അലൈഹി ഇസ്ലാമും യഹ്യാ നബി അലൈഹി ഇസ്ലാമും ഒക്കെ ശത്രുക്കളുടെ കൊലക്കത്തിക്കരയായിട്ടുണ്ടെന്ന് നമുക്കറിയാം. ഈസാ അലൈഹി ഇസ്ലാമിനെ കൊല്ലുന്നതിനു വേണ്ടിയുള്ള സംവിധാനങ്ങൾ ഒരുക്കി. പക്ഷെ അല്ലാഹു തആല ഈസാ അലൈഹി ഇസ്ലാമിനെ ആകാശത്തേക്ക് ഉയർത്തി അവരുടെ കൊലക്കത്തിയിൽ നിന്ന് രക്ഷപ്പെടുത്തുകയാണ് ഉണ്ടായതാണെന്ന് ഖുർആൻ പറയുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും കൊല ചെയ്യുന്നതിനു വേണ്ടി മുത്തുനബിന്റെ വീട് വളഞ്ഞ ആയുധധാരികളായ യുവാക്കളുടെ കഥ നമുക്കെല്ലാവർക്കും അറിയാം. അവർക്കിടയിലൂടെ സൂറത്തു യാസീനിന്റെ ആദ്യ ഭാഗം പാരായണം ചെയ്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരുപടി മണ്ണെടുത്ത് അവർക്കു നേരെ എറിഞ്ഞ് അവരുടെ ഇടയിലൂടെ സുഗമമായി പുറത്തേക്ക് കടന്നതും മദീനത്തേക്ക് പലായനം ചെയ്തതുമൊക്കെ ഇസ്ലാമിക ചരിത്രത്തിലെ ഏറ്റവും സന്തോഷകരമായ ഏടുകളിൽ നമുക്ക് വിലയിരുത്താനും വായിക്കാനും സാധിക്കുന്ന സംഗതിയാണ്. അതാണ് അല്ലാഹു പറയുന്നത്, വഖദ് മക്കറല്ലദീന മിൻ ഖബ്ലിഹിം, അവരുടെ മുമ്പുള്ളവർ അഥവാ ഈ മക്കത്തെ മുശ്രിക്ക് അവര് മാത്രമല്ല പ്രവാചകന്മാർക്കെതിരിൽ കുതന്ത്രങ്ങൾ മെനഞ്ഞവർ, അവരുടെ മുമ്പുള്ളവരും കുതന്ത്രങ്ങൾ മെനഞ്ഞിട്ടുണ്ട്. എന്നാൽ ഫലില്ലാഹിൽ മക്റു ജമീഅ, എല്ലാ കുതന്ത്രങ്ങൾക്കും അർഹമായ പ്രതിഫലം അല്ലാഹു തആല നൽകും. എല്ലാവർക്കും അല്ലാഹു തആല കൃത്യമായിട്ടുള്ള പ്രതിഫലം നൽകിയിട്ടുണ്ട്. യഅലമു മാ തക്സിബു കുല്ലു നഫ്സിൻ, ഓരോരുത്തരും ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് അല്ലാഹുവിന് നന്നായിട്ട് അറിയാം. അവർക്ക് അർഹമായിട്ടുള്ള പ്രതിഫലം എന്താണോ ആ പ്രതിഫലം അല്ലാഹു തആല അവർക്ക് നൽകുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ വസയലമുൽ കുഫാറു, സത്യനിഷേധികൾ മനസ്സിലാക്കുക തന്നെ ചെയ്യുന്നതാണ് ലിമൻ ഉഖബദ്ദാർ, ആർക്കാണ് അന്തിമ വിജയത്തിന്റെ ഭവനം അല്ലാഹു തആല ഒരുക്കി വെച്ചിട്ടുള്ളതെന്ന്, ലോകത്തിന്റെ പര്യവസാനം ആർക്ക് അനുകൂലമാണെന്ന്, ആരാണ് അവിടെ വിജയത്തിലേക്ക് സന്തോഷത്തിലേക്ക് നടന്നെടുക്കുന്നത് എന്ന് സത്യനിഷേധികൾ പിന്നീട് അറിയുക തന്നെ ചെയ്യും എന്ന് അല്ലാഹു പറഞ്ഞു. അതാർക്ക് അറിയാമല്ലോ, ഭൂമിയിൽ തന്നെ അവർക്ക് അതിൻ്റെതായിട്ടുള്ള ആ സംഗതികൾ മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട്. ഇനി പരലോകത്തെത്തുമ്പോഴെന്തായാലും ഒന്നിനും കൊള്ളാത്തവരെന്ന് ഞങ്ങൾ വിലയിരുത്തിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അനുയായികളും അവരങ്ങേയറ്റത്തെ അജയ്യതയോടുകൂടെ പ്രൗഢിയോടുകൂടെ സ്വർഗത്തിന്റെ ഉന്നതമായ സോപാനങ്ങളിൽ വിരാജിക്കുന്നുണ്ടെന്ന് അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും. വയഖൂലുല്ലദീന കഫറു, സത്യനിഷേധികൾ പറയുന്നു, ലസ്ത മുർസല, നബിയെ തങ്ങൾ പ്രവാചകരല്ല എന്നവർ പറയുന്നു. എന്നാൽ ഖുൽ, തങ്ങളതിന് പറയേണ്ട മറുപടി എന്താ? കഫാ ബില്ലാഹി ഷഹീദൻ ബൈനി വബൈനക്കും, നിങ്ങളുടെയും എന്റെയും ഇടയിൽ ഞാൻ പ്രവാചകനാണ് എന്നതിന് സാക്ഷിയായിട്ട് അല്ലാഹു മതി. അഥവാ എന്നെ പ്രവാചകനായി നിയോഗിച്ചത് അല്ലാഹു ആണല്ലോ, ആ അല്ലാഹുവിന് അറിയാൻ ഞാൻ പ്രവാചകനാണെന്ന്.
അത് നിരാകരിക്കാനും നിഷേധിക്കാനുമാണ് നിങ്ങൾ മെനക്കെടുന്നതെങ്കിൽ ആ മെനക്കെടുന്ന നിങ്ങളുടെ ഈ എക്സർസൈസ് അത് ഞങ്ങൾ തീരെ പരിഗണിക്കുന്നില്ല എന്നു മാത്രമല്ല, ഒമൻ ഇൻദഹു ഇൽമുൽ കിതാബ്, ആരുടെ അടുത്താണോ ഗ്രന്ഥത്തിന്റെ വിവരമുള്ളത് അവർക്കും അറിയാം. അബ്ദുല്ലാഹിബ്നു സലാം റളിയല്ലാഹു അൻഹുവിനെ പോലത്തെ പൂർവ്വവേദത്തിൽ പരിജ്ഞാനമുണ്ടായിരുന്ന പണ്ഡിതന്മാർ അവരെല്ലാവരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മനസ്സിലാക്കി അംഗീകരിച്ചുകൊണ്ട് അവരത് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുകൊണ്ട് വിവരമുള്ളവർക്കറിയാം, അള്ളാഹുവിനും അറിയാം ഞാൻ പ്രവാചകരാണെന്ന്. ആ പ്രവാചകരാണ് എന്ന എന്റെ ഈ വാദത്തെ നിരാകരിക്കാൻ വേണ്ടി വെറുതെ എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയുന്ന വിടുവായിത്തം പറയുന്ന നിങ്ങളുടെ ഈ ജൽപ്പനങ്ങൾക്കൊന്നും വാസ്തവത്തിൽ മറുപടി അർഹിക്കുന്നില്ല എന്ന് ചുരുക്കം. അതാണ് ഇവിടെ പ്രഖ്യാപിക്കുന്നത്. മുത്തുനബി സ്വല്ലല്ലാഹു നിങ്ങളുടെ പ്രവാചകത്വത്തിന്റെ ആധികാരികത അല്ലാഹു തആല സ്ഥിരീകരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ആ നിബിധങ്ങൾ അംഗീകരിക്കുന്ന ആളുകൾക്കുള്ള പ്രതിഫലത്തിന്റെ അവരനുഭവിക്കാൻ പോകുന്ന സുഖങ്ങളുടെ സന്തോഷങ്ങളുടെ സാഹചര്യം ഉണർത്തുന്നു. അല്ലാഹു നമ്മളെല്ലാം ആ സുഖങ്ങൾ ആസ്വദിക്കാൻ ഭാഗ്യമുള്ളവരിൽ പെടുത്തട്ടെ. ആമീൻ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.